കോർപ്പറേറ്റ് ആരോഗ്യരംഗം ഇപ്പോൾ സമാനതകളില്ലാത്ത ഒരു വലിയ ഞെട്ടലിലും അങ്കലാപ്പിലുമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ വലിയൊരു ഭയവും സംശയവും പുകയുന്നുണ്ടായിരുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആശ്രയിക്കുന്ന വലിയ ആശുപത്രികൾക്ക് പിന്നിൽ മറ്റെന്തൊക്കെയോ അവിശുദ്ധ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന ആ ഭയം ഒടുവിൽ പൂർണ്ണമായ സത്യമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ സംസ്ഥാനത്തെ പ്രമുഖ പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രികളുടെ വാതിലുകളിലേക്ക് കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇഡിയുടെ അന്വേഷണ സംഘം ഇരച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ നാട്ടിലെ പരമ്പരാഗത മാധ്യമങ്ങൾ, അത് ചാനലുകളാവട്ടെ, പത്രങ്ങളാവട്ടെ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പരസ്യ വരുമാനത്തെയും വലിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തികളെയും ഭയന്ന് പലപ്പോഴും ഇത്തരം വാർത്തകൾ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ആ ആശുപത്രിയുടെ പേരുകൾ പോലും പുറത്തു പറയാൻ മടിച്ച് പ്രമുഖ ആശുപത്രി എന്ന ലേബലിൽ ഒതുക്കുകയാണ് പതിവ്. എന്നാൽ ഈ വലിയ മാഫിയയുടെ സത്യാവസ്ഥകൾ ഇനിയും ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ കഴിയില്ല. എറണാകുളത്തെ പ്രമുഖ ആശുപത്രികളായ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റ്, രാജഗിരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ഇന്നലെ ഇഡിയുടെ വലിയ റെയ്ഡുകളാണ് നടന്നത്. ഇതുകൂടാതെ ആസ്റ്റർ മെഡിസിറ്റി, കോട്ടയം കാരിത്താസ്, തിരുവനന്തപുരത്തെ ഗോകുലം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കും അന്വേഷണത്തിന്റെ നിഴൽ ശക്തമായി വീണിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നതാണ് ഇഡിയുമായുള്ള അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. നമ്മളിവിടെ ഏറ്റവും ഗൗരവത്തോടും തീവ്രതയോടും കൂടി കാണേണ്ടത് കൊടും ക്രിമിനലുകൾ അടങ്ങുന്ന ഒരു വലിയ മാഫിയ സംഘം നമ്മുടെ നാട്ടിലെ വലിയ ആശുപത്രി അധികൃതരും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ്. ആലുവ ഇടത്തല കേന്ദ്രീകരിച്ച് കല്ലട്ര മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കപട സ്ഥാപനം നടത്തിയിരുന്ന കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബും ഇയാളുടെ ഭാര്യ റഷീദയുമാണ് ഈ വലിയ മനുഷ്യവേട്ടയ്ക്ക് പിന്നിലെ പ്രധാന സൂത്രധാരന്മാർ. മംഗലാപുരത്തെ ഒരു ഗുണ്ടാകൊലക്കേസ് അടക്കം നിരവധി സാമ്പത്തിക തട്ടിപ്പുകളും കവർച്ചകളിലും പ്രതിയായ ഈ നജീബ് സംസ്ഥാനത്തെ വൻകിട ആശുപത്രികളെയും അവിടുത്തെ ചില ഉന്നതരെയും കൈപ്പിടിയിൽ ഒതുക്കിയാണ് ഈ കറുത്ത ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. കേരളത്തിലെ കർശനമായ അവയവമാറ്റ നിയമങ്ങളെ കാറ്റിൽ പറത്താൻ ഇവർ പ്രയോഗിച്ച തന്ത്രങ്ങൾ കേട്ട ഏതൊരു സാധാരണക്കാരനും ഭയന്നു പോകും. കുന്നത്തുനാട് പള്ളിക്കരയിലെ ചില ഡിജിറ്റൽ ഗ്രാഫിക് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നിയമപരമായ കടമ്പകളെല്ലാം ഇവർ വ്യാജമായി നിർമ്മിച്ചെടുത്തു. അവയവദാനത്തിന് നിർബന്ധമായും വേണ്ട ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും അനുമതി പത്രങ്ങളാണ് ഇവർ സ്വന്തമായി വ്യാജമായി അടിച്ചിറക്കിയത്. മുൻ നിയമസഭാ ചീഫ് വിപ്പ് എൻ ജയരാജ്, എംഎൽഎമാരായ ദലീമ, കെ പി മോഹനൻ, ജനപ്രതിനിധികളായ കെ രാധാകൃഷ്ണൻ, ഹൈബി ഈഡൻ തുടങ്ങിയ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ വ്യാജ ലെറ്റർ ഹെഡുകളും ശുപാർശ കത്തുകളും, കൂടാതെ ഡിവൈഎസ്പി CI റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യാജ കത്തുകളും ലബോറട്ടറി റിപ്പോർട്ടുകളും വരെയാണ് ഇവിടുത്തെ റെയ്ഡുകളിൽ പോലീസ് പിടിച്ചെടുത്തത്. നിയമവ്യവസ്ഥയെയും ഭരണകൂടത്തെയും എത്രത്തോളം നിസ്സാരമായാണ് ഈ മാഫിയ കൈകാര്യം ചെയ്തത് എന്നതിന്റെ തെളിവാണിത്. ഈ കേസിന്റെ ഏറ്റവും സങ്കടകരവും ക്രൂരവുമായൊരു വശമെന്നാൽ ഇതിനായി ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലേക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ പണിയെടുക്കാനെത്തുന്ന പാവപ്പെട്ട ബംഗാളികളെയും ആസാമികളെയും പോലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് ഈ സംഘം പ്രധാനമായും ലക്ഷ്യം വെച്ചത്. അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് വെറും നക്കാപ്പിച്ച പണം മാത്രം കയ്യിൽ വെച്ചുകൊടുത്ത് അവരുടെ ശരീരഭാഗങ്ങൾ ഇവർ കവർന്നു. എന്നാൽ മറുഭാഗത്ത് അവയവങ്ങൾ ആവശ്യമായി വരുന്ന വലിയ പണക്കാരിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും 25-30 ലക്ഷം രൂപയാണ് ഈ ഏജന്റുമാർ വാങ്ങിക്കൂട്ടിയത്. ഓരോ അവയവ ശസ്ത്രക്രിയ കഴിയുമ്പോഴും ഈ ഇടനിലക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് രൂപ ഒഴുകിയത് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം എവിടെ നിന്നാണ് വന്നതെന്നും ആശുപത്രി മാനേജ്മെന്റുകൾക്ക് ഈ കള്ളപ്പണ ഇടപാടുകളിൽ എത്രത്തോളം പങ്കുണ്ടെന്നുമാണ് ഇഡി ഇപ്പോൾ ആഴത്തിൽ അന്വേഷിക്കുന്നത്. ചികിത്സയ്ക്കായി കിടപ്പാടം വിറ്റും കടം വാങ്ങിയും എത്തുന്ന സാധാരണക്കാരെ പിരിഞ്ഞാണ് ഈ വൻകിട ആശുപത്രികൾ തഴച്ചു വളരുന്നത്. പലപ്പോഴും ഇത്തരം കോർപ്പറേറ്റ് ആശുപത്രികളിൽ നടക്കുന്ന മെഡിക്കൽ വീഴ്ചകൾ കൊണ്ടോ അവയവമോഷണം കൊണ്ടോ ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും IMA പോലുള്ള സംഘടനകളുടെ പിൻബലത്തോടെയും വലിയ മെഡിക്കൽ വിദഗ്ധ സമിതികളെ സ്വാധീനിച്ചും ഇവർ എല്ലാ തെളിവുകളും നശിപ്പിച്ച് രക്ഷപ്പെടുകയാണ് പതിവ്. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന വലിയ വൈകാരികമായ വാർത്തകളുടെയും മിനിറ്റുകൾക്കുള്ളിൽ അവയവങ്ങൾ എത്തിക്കാൻ ഒരുങ്ങുന്ന ഗ്രീൻ കോറിഡോർ ആംബുലൻസുകളുടെയും ഒക്കെ പിന്നിൽ ഇത്തരം കള്ളപ്പണത്തിന്റെയും കൊടും ക്രൂരതകളുടെയും കറുത്ത ഇടപാടുകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് പൊതുസമൂഹം ഇപ്പോൾ ഗൗരവമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്യാൻ മടിച്ചാലും ആശുപത്രി മുതലാളിമാരുടെ ഭീഷണികൾക്കും കേസ് ഫയലുകൾക്കും മുന്നിൽ വഴങ്ങിക്കൊടുക്കാതെ ജനങ്ങൾക്ക് മുന്നിൽ ഈ സത്യങ്ങൾ പൂർണ്ണമായി തുറന്നു പറയുക എന്നത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. പാവപ്പെട്ട മനുഷ്യരുടെ ജീവനും ശരീരവും വെച്ച് പന്താടുന്ന ഈ മെഡിക്കൽ മാഫിയ സംഘങ്ങളുടെ വേരുകൾ പൂർണ്ണമായും പിഴുതെറിയപ്പെടണം. അതിനായി ഇന്നലെ ഇഡി തുടക്കം കുറിച്ച ഈ കർശനമായ നിയമ നടപടികളോട് പൊതുസമൂഹം പൂർണ്ണമായി സഹകരിക്കുകയും ഈ അധോലോകത്തിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.